എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഒരു ബോട്ടായിരിക്കും കാണിക്കുക. ബോട്ടിൽ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പോൾ ഒരു ട്രിപ്പിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. കടലിനും കടലിനും നടുവിലായിട്ടുള്ള ഒരു വലിയ ഐലാൻഡ്. അവിടെയാണ് അവരുടെ ഔട്ട്ഡോർ ട്രിപ്പ്. ടീച്ചറാണെങ്കിൽ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ടീച്ചർ പറയും, ഇതാണ് നമ്മുടെ ഔട്ട്ഡോർ ഡെസ്റ്റിനേഷൻ. ഇരുന്ന് പഠിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഇവിടേക്ക് വന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, മനസ്സിലാക്കും, മിഷൻസിന് പോകും, ഇങ്ങെടുക്കും. സോ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും സാധിക്കുമെന്ന് പറയും. സ്റ്റുഡൻസിനാണെങ്കിൽ കേട്ട് ഭയങ്കര സന്തോഷം. അവർക്കും പുറത്തൊക്കെ വരാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. അവരും അവരുടെ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്ത് ഹാപ്പി ആയിട്ട് നിൽക്കും. ആണെങ്കിൽ ഹീമാവരിയോട് പറയും, ഞാൻ സത്യത്തിൽ നിന്നോടും കൊവാക്കിയോടുമാണ് നന്ദി പറയേണ്ടത്. നിങ്ങൾ രണ്ടുപേരും കാരണമാണ് ഇല്ലാതാക്കാൻ ശ്രമിച്ച ആ അസാസിനെ അവനെ കണ്ടെത്താനും അതിലൂടെ എനിക്ക് വീണ്ടും ഈ വില്ലേജിൽ തന്നെ നിൽക്കാനും എൻ്റെ പഠനം തുടരാനും ഒക്കെ സാധിച്ചത്. ശരിക്കും എൻ്റെ വില്ലേജിൽ ഇത്രയും നല്ല അക്കാദമിയും ഇത്രയും നല്ല അറ്റ്മോസ്ഫിയറും ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സും ഫെസിലിറ്റിയും അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇതെല്ലാം എനിക്ക് നിങ്ങൾ തന്ന ദാനമാണെന്ന് പറയും. ഹീമാവരി ആണെങ്കിൽ ആ കാര്യം കേട്ട് ചിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും ഹാപ്പി ആയിട്ട് ആ സ്ഥലമൊക്കെ ചുറ്റി കാണുമ്പോഴായിരിക്കും അതിലൊരു സ്റ്റുഡൻറ്റിൻ്റെ പെറ്റ് ഡോഗ് അതൊരു ട്രാപ്പിൽ പെട്ട് അങ്ങനെ നിലവിളിക്കാനായിട്ട് തുടങ്ങുക. നമ്മുടെ ആൾക്കാരെല്ലാവരും ആ ഡോഗിന്റെ അടുത്തേക്ക് ഓടി വരും. ആരോ വെച്ച ട്രാപ്പിൽ ഡോഗിന്റെ കാല് അത് കുടുങ്ങിയിരിക്കുകയാണ്. എല്ലാവരും ചേർന്ന് ആ ട്രാപ്പ് അത് അഴിച്ചു മാറ്റുകയാണ്. ഇവിടെ കൊവാക്കിയുടെ ടെൻഷൻ അത് കൂടി വരും. കാരണം ഇതൊരൊറ്റപ്പെട്ട ഐലാൻഡാണ്, എന്ത് വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും സംഭവിക്കാമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഗാർഡോട് കൂടെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് അങ്ങനെ നിൽക്കും. ടീച്ചറാണെങ്കിൽ ഡോഗിനെയും സ്റ്റുഡൻസുകളെ എല്ലാം മാറി മാറി നോക്കുകയാണ്. കാരണം അങ്ങനെ ഒരു ട്രാപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചത് അത് മറ്റാരുമല്ല, മിറർ ലേഡിയാണ്. കൊവാക്കിയാണെങ്കിൽ അവിടേക്ക് വന്ന് ഇപ്പം ആ പട്ടിയുടെ കാലിൽ കുടുങ്ങിയ ആ ട്രാപ്പ് ചെക്ക് ചെയ്യാണ്. ഇത് ആക്ച്വലി പുതിയൊരു ട്രാപ്പാണ്, ഇതാരോ ഡെലിബറേറ്റ്ലി ഇവിടെ ഫിക്സ് ചെയ്താണെന്ന് പറയും. അതിന് കുഞ്ഞുപെണ്ണ് പറയും, ഏതോ ഒരു റോക്ക് നിഞ്ച ഈ ഐലാൻഡിലേക്ക് എത്തിയെന്ന് ഒരു റൂമർ ഞാൻ കേട്ടിരുന്നു. പക്ഷെ അവനായിരിക്കോ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക? അത് കേൾക്കേണ്ട താമസം ടീച്ചറാണെങ്കിൽ കുട്ടികളെ ചേർത്ത് പിടിച്ച് അവരോട് പറയും, അതൊരു പഴയ ട്രാപ്പാണ്, റോക്ക് നിഞ്ച ഒന്നും ഇവിടേക്ക് വരാൻ ചാൻസ് ഇല്ല. പക്ഷെ എങ്കിലും ആരും തന്നെ ഗാർഡ്സ് ഒന്നും ഡൗൺ ചെയ്യാനായിട്ട് പാടില്ല, എല്ലാവരും കെയർഫുൾ ആയിട്ട് ഇരിക്കണം എന്ന് പറയും. അത് കേട്ട് കൊവാക്കിയാണെങ്കിൽ ടീച്ചറിന് തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണ്. അടുത്ത നിമിഷം മറ്റൊരു ഭാഗത്ത് നിന്ന് ഏതൊക്കെയോ ചില കുട്ടികൾ ഒരു ബഹളം വയ്ക്കുന്നത് കേൾക്കുകയാണ്. ഉടനെ എല്ലാവരും ആ ഭാഗത്തേക്ക് വരും. അവരാണെങ്കിൽ ഇപ്പൊ ടീച്ചറിനോട് പറയും, നമുക്ക് എല്ലാവർക്കും കഴിക്കാനായിട്ട് കൊണ്ടുവന്ന ഫുഡ് ഐറ്റംസ് അതെല്ലാം ഞങ്ങൾ ഇവിടെയാണ് സെറ്റ് ചെയ്തത്, പക്ഷേ ഇപ്പോൾ അത് കാണാനില്ല. അത് കേട്ട് എല്ലാവരും ഡബിൾ ഷോക്കാവും. ടീച്ചറാണെങ്കിൽ വണ്ടറടിച്ച് അവരോട് പറയും, നമുക്ക് തിരികെ പോകാനുള്ള ബോട്ട് അത് നാളെ മാത്രമാണ് തിരികെ വരിക, ഇനി നമ്മൾ എങ്ങനെ ഇവിടെ സർവൈവ് ചെയ്യും? ഉടനെ ഹീമാവരി ക്യാഷ്വലായിട്ട് പറയും, ഇത് നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്, നമുക്ക് കഴിക്കാനുള്ളത് അത് ഈ കാട്ടിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താം, അതിനുശേഷം അതൊക്കെ കളക്ട് ചെയ്ത് കുക്ക് ചെയ്ത് കഴിക്കാം, അത് ശരിക്കും മറ്റൊരു വൈബായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ എല്ലാവരും ചില്ലയിപ്പിക്കും. പക്ഷെ ടീച്ചർ അവൾ അങ്ങനെ തലതാഴ്ത്തി, സോറി, ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്, ഈ ഒരു ഡെസ്റ്റിനേഷൻ അത് സെലക്ട് ചെയ്തതാണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞ് വിഷമിക്കും. അതുകൊണ്ട് ബാക്കിയുള്ള സ്റ്റുഡൻസ് എല്ലാവരും ടീച്ചറിനെ ആശ്വസിപ്പിക്കുകയാണ്. ഇതിനുശേഷം അവരെല്ലാവരും ഓരോരുത്തരായി ടെൻ്റൊക്കെ കെട്ടി ഫുഡൊക്കെ കളക്ട് ചെയ്യാനായിട്ട് തയ്യാറാവുകയാണ്. ടീച്ചറാണെങ്കിൽ അവരോട് പറയും, എല്ലാവരും നിങ്ങളുടെ ഗ്രൂപ്പായി മാറി ഓരോരോ ഭാഗങ്ങളിലേക്ക് പോയി പറ്റുന്ന അത്രയും ഫുഡ് ഐറ്റംസ് അതെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറയും. എന്നിട്ട് എല്ലാവരും ഓരോ ഭാഗത്തേക്ക് പോവാണ്. ഹീമാവരി ആണെങ്കിൽ കൊവാക്കിയുടെ അടുത്തേക്ക് വരും. കൊവാക്കി അവളുടെ കൈ പിടിച്ച് പറയും, വളരെയധികം കെയർഫുൾ ആയിരിക്കണം, എങ്ങനെയുള്ള സമയത്ത് ഒരു കാരണവശാലും ഗാർഡ് ഡൗൺ ചെയ്യാൻ പാടില്ല, ഞാൻ ഇവിടെ ഇരുന്ന് പ്രിൻസസിനെ അവളെ ഒബ്സർവ് ചെയ്യാൻ പോവാണ്. അതിന് ഹീമാവരി ഓക്കെ പറഞ്ഞ് അങ്ങനെ നടന്ന് ദൂരേക്ക് പോകും. ഹീമാവരിയാൻ ടീമാണെങ്കിൽ ഇപ്പൊ കാടിന്റെ നടുവിലേക്ക് പോകും. ആ കണ്ണാടി പെണ്ണ് അവളുടെ ചില എക്യുപ്മെന്റ്സ് ഒക്കെ പുറത്തെടുക്കുകയാണ്. പിങ്ക് പെണ്ണാണെങ്കിൽ അവളുടെ ഡ്രോൺ ഉപയോഗിച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത ആ ടീച്ചർ അവളാണെങ്കിൽ ടെററായിട്ട് ഹീമാവരിയെ നോക്കുകയാണ്. വ്യാഹു പവറുള്ള ഒരാളെ ഞാൻ പറഞ്ഞയച്ചു, ഇനിയുള്ളത് ആ കവാക്കിയാണ്, അവനെ കൂടെ ഡൈവേർട്ട് ചെയ്യണമെന്ന് പറയും. അതേസമയം കവാക്കിയാണെങ്കിൽ പ്രിൻസസിന്റെ അടുത്ത് നിൽക്കും. പ്രിൻസസ് ആണെങ്കിൽ അവൾ കളക്ട് ചെയ്ത കുറച്ച് പൂക്കള് കവാക്കി കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ ടീച്ചർക്ക് വേണ്ടി കളക്ട് ചെയ്തതാണ്, ടീച്ചർ ഇത് തലയിൽ ചൂടിയാൽ നല്ല ഭംഗിയുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവൾ വീണ്ടും വീണ്ടും ഫ്ലവേഴ്സ് കളക്ട് ചെയ്യും. കവാക്കി ആണെങ്കിൽ ഇപ്പൊ അവളോട് പറയും, ഒരു കാരണവശാലും നീ എൻ്റെ അടുത്തൊന്ന് മാറാൻ പാടില്ല. അതിന് അവള് പറയും, ഇനിയും അതിൻ്റെ ആവശ്യമുണ്ടോ? ആ ഹസാസിനസിനെ ഓൾറെഡി ഇല്ലാതാക്കിയില്ലേ? അതിന് കൊവാക്കി പറയും, പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല. അത് കേട്ട് പ്രിൻസസ് ഞെട്ടുകയാണ്. ഇതാ മറ്റൊരു ഭാഗത്ത് ഹേമാവരിയാണ് ടീം. അവരാണെങ്കിൽ ആവശ്യം പോലെ ഫുഡ് ഐറ്റംസ് കളക്ട് ചെയ്യുമ്പോഴായിരിക്കും യൂഷ്വൽ ആയിട്ടുള്ള എന്തോ ഒരു ശബ്ദം കേൾക്കുക. അവർ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇപ്പൊ ഡ്രോൺ അയക്കും. അല്പസമയം കഴിയുമ്പോഴേക്കും ആ ഡ്രോൺ അങ്ങനെ
ബ്ലറായി കാണാതാവുകയാണ്. അവരാണെങ്കിൽ അവിടെയുള്ള അവരുടെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ച് ആ ഡ്രോൺ അതെവിടെ പോയെന്ന് അന്വേഷിക്കാനായിട്ട് തുടങ്ങും. ഉടനെ തകർന്ന് തരിപ്പണായി കിടക്കുന്ന ആ ഡ്രോണ് അതവർ കണ്ടെത്തുകയാണ്. പിങ്ക് പെണ്ണാണെങ്കിൽ അതിന്റെ അവസ്ഥ കണ്ട് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഒരു മരത്തിന്റെ പിന്നിൽ ടീച്ചർ അവളാണെങ്കിൽ ടെററായിട്ട് അങ്ങനെ നോക്കി ചിരിക്കുകയാണ്. ഈ ഡ്രോണ് ഇതെനിക്കൊരു പാരയായിരുന്നു, അത് ഞാൻ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞ് അവൾ ഹാപ്പി ആയിട്ട് തിരികെ വരും. ടീച്ചറിനെ കണ്ട ആണെങ്കിൽ ഒരു റിബണും അവൾ കളക്ട് ചെയ്ത ഫ്ലവേഴ്സൊക്കെ ടീച്ചറിന് കൊടുക്കുകയാണ്. വാവ്, ഇത് നീ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരികയാണോ? അതിനവള് പറയും അതെ, ടീച്ചർക്ക് ഇത് നന്നായിട്ട് ചെയ്യും. ടീച്ചറാണെങ്കിൽ പ്രിൻസസ് കൊടുത്ത ആ ഒരു റിബണും ഫ്ലവേഴ്സും അതെല്ലാം തന്നെ തലയിൽ വെക്കുകയാണ്. പ്രിൻസസിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. വാവ്, ടീച്ചർക്ക് ഇത് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയും. ടീച്ചറാണെങ്കിൽ അങ്ങനെ നാണം കുണുങ്ങി ഉള്ളിൽ ടെററായിട്ട് എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഹേമാവരിയും അവളുടെ ഫ്രണ്ട്സ് ഓടി വരിക. ഹേമാവരി ആണെങ്കിൽ ആ തകർന്ന ഡ്രോണ് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കും. ടീച്ചർ, ഇവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. പിങ്ക് പെണ്ണിന്റെ ഡ്രോണ് അതാരോ തകർത്തിട്ടിരിക്കുകയാണ്. നമ്മുടെ ഫുഡ് ഐറ്റംസ് അതാരോ അടിച്ചോണ്ട് പോയി. ഒരുപക്ഷെ ആ റോക്ക് നിഞ്ച അവൻ തന്നെയായിരിക്കും ഇതിന്റെ എല്ലാം പിന്നിൽ. നമുക്ക് എല്ലാവർക്കും എത്രയും വേഗം ഈ കാടിന്റെ ഓരോ ഭാഗത്തേക്കായി പിരിഞ്ഞുപോയി റോക്ക് നിഞ്ചയെ കണ്ടെത്തി ഇല്ലാതാക്കണം, അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള പല കാര്യങ്ങളും സംഭവിക്കുമെന്ന് പറയും. അതിന് കൊവാക്കിയാണെങ്കിൽ ടെൻഷനായിട്ട് പറയും ഒരു കാരണവശാലും ആരും എവിടേക്കും പോകാൻ പാടില്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് ഇവിടെ തന്നെ നിൽക്കണം. ടീച്ചറും അത് ശരിവെക്കും. അതെ, റിസ്ക് എടുത്ത് ആരും ഒരു കാര്യവും ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് എത്രയും വേഗം ഒരു ദിവസം തള്ളി നീക്കി നാളെ തന്നെ ഇവിടുന്ന് തിരികെ പോവാം. നമുക്കിപ്പോൾ ആവശ്യം ഭക്ഷണം കഴിക്കുക എന്നതാണ്. നിങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങൾ അതുപയോഗിച്ച് നമുക്ക് ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും തീയൊക്കെ സെറ്റ് ചെയ്ത് ആവശ്യമായിട്ടുള്ള ആഹാരം അത് പാചകം ചെയ്യാനായിട്ട് തുടങ്ങും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് കൊവാക്കി അവനാണെങ്കിൽ ആ ട്രാപ്പ് എടുത്ത് അങ്ങനെ ചെക്ക് ചെയ്യാണ്. ഹേമാവരി അവന്റെ അടുത്തേക്ക് വന്ന് നീ എന്താ നോക്കണേ ചോദിക്കും. അതിനവൻ പറയും ഈ ട്രാപ്പിനും പിന്നീട് നടന്ന എല്ലാ കാര്യങ്ങൾക്കും എന്തൊക്കെയോ ചില കണക്ഷൻസ് ഉണ്ട്, എനിക്ക് പലരിലും പല സംശയം ഉണ്ടെന്ന് പറയും. അതിനുശേഷം കൊവാക്കി ആണെങ്കിൽ പ്രിൻസസിന്റെ അടുത്തേക്ക് വരും. കൊവാക്കി പ്രിൻസസിനോട് പറയും നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം, ഇങ്ങനെയുള്ള സമയത്ത് ഇവിടെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അൺയൂഷ്വലായിട്ട് നടക്കുന്നുണ്ട്. അതിനവള് പറയും തീർച്ചയായിട്ടും എനിക്കൊന്നും സംഭവിക്കില്ല, ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എനിക്കിനി അധിക ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല, എത്രയും വേഗം എനിക്കെൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയേ പറ്റൂ, ഓൾറെഡി ലേറ്റായി. എൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് അതൊന്നുകൊണ്ട് മാത്രമാണ് അവരെനിക്ക് ഇത്രയും ദിവസം കൂടെ ഇവിടെ പഠിക്കാനായിട്ട് അനുവാദം തന്നത്. ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അത് കംപ്ലീറ്റ് ആയാൽ ഞാൻ തിരികെ ഗ്രാമത്തിലേക്ക് പോകും. അത് കേട്ട് കൊവാക്കിക്ക് എന്തോ ഒരു വിഷമം. നീ ഈ കാര്യം ഫ്രണ്ട്സിനോടും ടീച്ചറിനോടും പറഞ്ഞോ? അതിനവള് പറയും ഇല്ല, ഞാനിതിപ്പോൾ പറഞ്ഞ അവർക്ക് ഒരുപാട് വിഷമമാവും, സോ ഇതെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ഞാൻ അവരോട് പറയൂന്ന് പറയും. ഉടനെ ആ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന പയ്യൻ ഇപ്പോൾ പ്രിൻസസിന്റെ അടുത്തേക്ക് ഓടിയെത്തും. അവനാണെങ്കിൽ അവനുണ്ടാക്കിയ പുതിയ സ്നാക്ക് പ്രിൻസസിന് കൊടുക്കുകയാണ്. പ്രിൻസസിനാണെങ്കിൽ അത് വളരെയധികം ഇഷ്ടാവും. അവനാണെങ്കിൽ കൊവാക്കിക്ക് നേരെ അത് വെച്ച് നീട്ടും. കൊവാക്കി ആണെങ്കിൽ എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് അവരുടെയും ആ കണ്ണാടി പെണ്ണിന്റെ അടുത്തേക്ക് വന്ന് ആ ഡ്രോൺ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അതേസമയം ഇവിടെ പ്രിൻസസ് അവളാണെങ്കിൽ ടീച്ചറുടെ അടുത്തേക്ക് വന്ന് ഞാൻ തന്ന ആ ഒരു റിബണും ഫ്ലവേഴ്സും എവിടെയും ചോദിക്കും. അതിന് ടീച്ചറാണെങ്കിൽ അയ്യോ അത് കാണാനില്ലേ, അതെന്റെ തലയിൽ വെച്ചിരുന്നതായിരുന്നു, എവിടെയോ വെച്ച് അതെനിക്ക് നഷ്ടപ്പെട്ടു, കുഴപ്പമില്ല നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് അത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് അവരിങ്ങനെ കാട്ടിലേക്ക് അന്വേഷിച്ച് കടന്നു പോവാണ്. അതേസമയം ഇവിടെ കൊവാക്കിയും ഹേമാവരിയും കണ്ണാടി പെണ്ണും അവരാണെങ്കിൽ അതിന്റെ വിഷ്വൽസ് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഡ്രോണിന്റെ വിഷ്വലിനാണെങ്കിൽ അത് കുറച്ചു നേരം മുൻപോട്ടേക്ക് പോയി തനിയെ കൊളാപ്സ് ആയിട്ട് വീഴുന്നതായിട്ടായിരിക്കും കാണിക്കുക. ആ വിഷ്വലിൽ ആരുടെയും തന്നെ ഫേസ് പതിഞ്ഞിട്ടില്ല. പക്ഷെ കൊവാക്കി ആണെങ്കിൽ എന്തോ ഒന്ന് നോട്ട് ചെയ്ത് ഇപ്പൊ കണ്ണാടി പെണ്ണിനോട് റിവൈസ് ചെയ്യാൻ പറയും. അവളാണെങ്കിൽ റിവൈസ് ചെയ്ത് കാണിച്ചു കൊടുക്കും. 2-3 തവണ റിവൈസ് ചെയ്യാനായിട്ട് കൊവാക്കി ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ റിവൈസ് ചെയ്ത് ബാക്കി അവൻ എന്തോ ഒരു കാര്യം കണ്ടെത്തി ഇപ്പൊ ഹീമാവരിക്ക് അത് കാണിച്ചു കൊടുക്കും. നീ അത് കണ്ടില്ലേ, അതില് നമ്മുടെ ടീച്ചർ അവർ യൂസ് ചെയ്യുന്ന ആ ഒരു ഫ്ലവേഴ്സ് അത് ആ ഒരു ഡ്രോണിന് നേരെ വരുന്നുണ്ട്. ആക്ച്വലി അതാണ് ആ ഡ്രോൺ തകർത്തത്. ഇപ്പൊ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ടീച്ചറുമായിട്ട് റിലേറ്റഡ് ആണെന്ന് പറയും. അത് കേട്ട് ഹീമാവരി ആണെങ്കിൽ ഷോക്കാവും. നീ എന്തായി പറയണേ? ടീച്ചർ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അവള് കാണും ദൂരത്തായിട്ട് പ്രിൻസസ് കൊടുത്ത ആ ഒരു പുഷ്പകിരീടം അതാരോ വലിച്ചു പറിച്ച് പിച്ച് ചീന്തി ഇട്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ ഇപ്പൊ ഹീമാവരിക്കും ചില സംശയങ്ങൾ തോന്നുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ടീച്ചറും പ്രിൻസസും അവർ രണ്ടുപേരും ആ ഒരു പുഷ്പകിരീടം തേടി കാടിന്റെ അകത്തേക്ക് പോവാണ്. ടീച്ചറാണെങ്കിൽ അവളോട് പറയും നമുക്ക് അല്പം കൂടെ അകത്തേക്ക് പോവാം. ഇത് കേട്ട് പ്രിൻസസ് ആണെങ്കിൽ പേടിച്ച് നിൽക്കും. ടീച്ചർ അവളുടെ കൈ പിടിച്ച് പറയും നിന്നോടൊപ്പം ഞാനില്ലേ, നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവർ മുൻപിലേക്ക് പോവാണ്. പക്ഷെ അടുത്ത നിമിഷം ടീച്ചർക്ക് ഒരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് കൊവാക്കിയും ഹിമാവരിയും അവർ രണ്ടുപേരും അവിടേക്ക് പാഞ്ഞെത്തുകയാണ്.
കവാക്കിയാണെങ്കിൽ ടീച്ചറിനെ അവന്റെ അരികിലേക്ക് വിളിക്കും. അതിന് ടീച്ചറാണെങ്കിൽ ടെററായിട്ട് ചിരിച്ച് ഒരുപാട് സ്മോക്ക് ബോംബുകൾ അവന് നേരെ വലിച്ചെറിഞ്ഞ് പ്രിൻസസിനെ തൂക്കിയെടുത്ത് അവിടുന്ന് ഓടുകയാണ്. പ്രിൻസസ് ആണെങ്കിൽ പേടിച്ച് ഇപ്പൊ ടീച്ചറിനെ നോക്കും. അവളുടെ മുടി മുഴുവൻ റെഡായി, മുഖത്ത് ഒരു ഭീകര ഭാവം. അവളാണെങ്കിൽ വിളിച്ചു പറയും, ടീച്ചർ എന്നെ വിട്, എന്നെ വിട്. പക്ഷേ ടീച്ചർ അവളെ വിടാതെ മുൻപോട്ടേക്ക് ഓടുകയാണ്. ബാക്കി ഞൊട്ടിയിടയിൽ ഹേമാവരിയുമായി ടീച്ചറിന് മുൻപിലേക്ക് വരും. ടീച്ചർ, നിങ്ങൾക്ക് എന്താ സംഭവിച്ചേ? നിങ്ങൾക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. നിങ്ങളാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അതിനാ ടീച്ചർ ടെററായിട്ട് ചിരിക്കും. എനിക്ക് അങ്ങനെ ഒരു മാസ്ക് ആവശ്യമായിരുന്നു. ലക്ഷ്യം അതെനിക്ക് പൂർത്തീകരിച്ചേ പറ്റൂന്ന് പറഞ്ഞ് വിങ് സ്റ്റൈൽ പവർ ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ അട്ടിച്ച് തെറിപ്പിച്ച് വീണ്ടും പ്രിൻസസുമായി അവൾ തിരിഞ്ഞോടും. ടീച്ചറാണെങ്കിൽ അവളെയും തൂക്കിയെടുത്ത് ഒരു ബ്രിഡ്ജിലൂടെ ഓടി വരികയാണ്. കവാക്കിയും ഹേമാവരിയും അവർ ഓപ്പോസിറ്റ് എത്തേണ്ട താമസം ടീച്ചർ ഒരു കത്തിയെടുത്ത് പ്രിൻസസിനെ ആഞ്ഞു കുത്തും. ഇത് കണ്ട് നമ്മുടെ ആൾക്കാർ ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.